ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക്. ഷൂട്ട് ആൻഡ് കിൽ ഓർഡറുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിതറുന്ന ഇറാനിയൻ ബോട്ടുകളെ കണ്ടാലുടൻ വെടിവെച്ചിടാൻ നാവികസേനയ്ക്ക് ട്രംപ് ഉത്തരവ് നൽകി. അമേരിക്കയുമായി ധാരണയിലെത്താതെ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൌസ്. ട്വിറ്ററിലൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ആഴ്ച പെർഷ്യൻ ഗൾഫിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന US കപ്പലുകൾക്ക് സമീപം 11ഓളം ഇറാൻ ബോട്ടുകൾ അപകടകരമായ രീതിയിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പെന്റഗണും വ്യക്തമാക്കി. ഇതിനിടെ ഇറാനിലെ ഖമനേയി യുഗം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ രംഗത്തെത്തി. ഇറാനിലെ ഖമനേയി പരമ്പരയെ തുടച്ചു നീക്കാനുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പൂർണ്ണ സജ്ജമെന്ന് പ്രതിരോധ മന്ത്രി കട്സ് വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇറാനിലെ 75% ലക്ഷ്യങ്ങളും ഇതിനോടകം തകർത്തു. എന്നാൽ അണുബോംബ് പ്രയോഗിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ടെഹ്റാനു മുകളിൽ ശത്രു സാന്നിധ്യം സംശയിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ വീണ്ടും സജ്ജമാക്കി. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മകൻ മുജ്തബ ഖമനേയി ചുമതലയേറ്റെങ്കിലും പൊതുമധ്യത്തിൽ എത്താത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $106 മുകളിലെത്തി. മേഖലയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണികളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.